ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ആമേട ക്ഷേത്രത്തിലാണ്. സർപ്പപൂജകൾക്ക് പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണ് തൃപ്പൂണിത്തുറയ്ക്കടുത്തുള്ള ആമേട ക്ഷേത്രം. ആനന്ദ് സ്കേപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തുറയ്ക്ക് തെക്കുമാറി 8 കിലോമീറ്റർ അകലെ വേമ്പനാട്ടുകായലിന് സമീപം സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ആമേട ക്ഷേത്രം. സപ്തമാതാക്കളെയാണ് പ്രധാന ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. പടിഞ്ഞാറ് നാഗരാജാവ്, കിഴക്ക് നാഗയക്ഷി, വടക്ക് വെട്ടത്തുനാടിൻ്റെ പരദേവതയായ വിഷ്ണുവിനെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു. പരശുരാമൻ കേരളക്കരയിലൂടെ യാത്ര ചെയ്യുമ്പോൾ വേമ്പനാട്ടുകായലിൻ്റെ തീരത്ത് ഇപ്പോൾ ആമേട ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് എത്തിപ്പെട്ടുവെന്ന് പറയപ്പെടുന്നു. അദ്ദേഹം സൂര്യാസ്തമന സമയത്ത് സന്ധ്യാവന്ദനത്തിനായി വേമ്പനാട്ടുകായലിൽ ഇറങ്ങി. ആ സമയത്ത് ഒരു ദിവ്യ തേജസ് കായലിലൂടെ നീങ്ങുന്നത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആ ദിവ്യ തേജസ് സപ്തമാതാക്കളാണെന്ന് തിരിച്ചറിഞ്ഞ പരശുരാമൻ അവിടെ തന്നെ പ്രതിഷ്ഠിച്ചു. പിൽക്കാലത്ത് ആ സ്ഥലം ആമേട എന്ന പേരിൽ അറിയപ്പെടുന്നു. ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൽ പരശുരാമൻ കൊളുത്തിയ വിളക്ക് ഇന്നും അണയാതെ സൂക്ഷിച്ചു പോരുന്നു. ആ വിളക്കിൽ ഒഴിക്കുന്ന എണ്ണ വിളക്കെണ്ണ എന്ന പേരിൽ ഭക്തർക്ക് ഇന്ന് ലഭ്യമാണ്. സർവ്വരോഗങ്ങൾക്കും പ്രതിവിധിയായി ഭക്തർ ഇന്നും ആ എണ്ണ വാങ്ങി ഉപയോഗിച്ചു പോരുന്നു. പൂജാതനായ ആനന്ദ് സാഗർ എന്ന പേരോടുകൂടിയ സന്തതികൾ സർപ്പദോഷം തീരേണം, സർവശാപം തീരേണം, സ്ഥല കാലദോഷങ്ങളെ തീർത്തുകൊടുക്കണം, ഗ്രഹ നിർമ്മാണ തടസ്സങ്ങളെ നീക്കി ഗ്രഹ ഐശ്വര്യങ്ങൾ ഉണ്ടാകണം, അഴകും ഐശ്വര്യം വർദ്ധിപ്പിച്ചു കൊടുക്കണം, ബുദ്ധിയും ശക്തിയും വർദ്ധിപ്പിച്ചു കൊടുക്കണം, തൊഴിൽ തടസ്സങ്ങളെ നീക്കി തൊഴിൽ അഭിവൃദ്ധി ഉണ്ടാകണം, ധനം നൽകണം, ദീർഘായുസ്സും നൽകണം, നാവോറൊഴിയണം, നാവുദോഷം തീരേണം, ദൃഷ്ടിദോഷം മാറേണം. ആമേട ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് വശം കായലാണ് വേമ്പനാട്ടുകായൽ. ഇനി എൻ്റെ യാത്ര ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിലേക്കാണ്.
മാതാവിനെ സമീപമാണ് നിൽക്കുന്നത്. ഞാനിപ്പോൾ ചോറ്റാനിക്കരയിലെ പവിഴവല്ലിത്തറയ്ക്ക് സമീപമാണ്. രാവിലെ അമ്മയുടെ ക്ഷേത്രം സന്ദർശിച്ചു. ഇപ്പോൾ ചോറ്റാനിക്കര ക്ഷേത്ര ദർശനവും കഴിഞ്ഞു. ഇതോടുകൂടി ഈ വ്ലോഗ് അവസാനിക്കുകയാണ്. ഇത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എൻ്റെ യൂട്യൂബ് ചാനൽ ആനന്ദ് സ്കേപ്സ് സബ്സ്ക്രൈബ് ചെയ്യണം. ഇനിയും പുതിയ ഡെസ്റ്റിനേഷനുമായി ഞാൻ ഇനിയും വരും. അതുവരെ എല്ലാവർക്കും